السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان رضي الله عنهم أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സവാത്യങ്ങൾ, ഉസ്താദുമാർ, ആലിമ്യങ്ങൾ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെയാണ് നാം ഇവിടെ മേളിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വന്യരായ ഉസ്താദിന്റെ കയ്യിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് എത്തുകയും നമുക്ക്, നമ്മുടെ രാജ്യത്തിന്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മൊത്തവും അത് വലിയ ഒരു അനുഗ്രഹമാവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അർഹിക്കുന്ന വിധത്തിൽ അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിലൂടെ പുണ്യം നേടാനും ബറക്കത്തെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ വയനാട് ഭാഗത്ത് നിന്നോട്ട് വരുമ്പോൾ സുബഹി സമയത്ത് തന്നെ റോഡിന്റെ രണ്ട് വശവും ടൗൺ മുതൽക്ക് ഇങ്ങോട്ടും, അതേപോലെ കാരന്തൂർ അവിടുന്ന് ഇങ്ങോട്ടും രണ്ട് സൈഡിനും വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു എന്ന് അവിടെ ഉള്ളത് കേൾക്കാൻ കഴിഞ്ഞു. ഇത് ഞങ്ങൾ നേരെ കാണുകയും ചെയ്തു. ഇത്രയും വലിയ ഒരു ജനാവലി, ഇതെല്ലാം മുഅ്മിനീങ്ങൾ ആണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മുഅ്മിനീങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലും ഇതിനോടുള്ള ആ ബഹുമതിയും യാതൊരു സംശയത്തിനും ആർക്കും ഇടവേണ്ട മുഅ്മിനീങ്ങളുടെ ആ സാക്ഷ്യപത്രം തന്നെ, ആ സാക്ഷ്യപത്രം തന്നെ എല്ലാവരുടെയും സംശയത്തിനെ അകറ്റുന്നതും, സംശയം ആര് എത്ര ജനിപ്പിച്ചാലും മുഅ്മിനീങ്ങൾ ഇതിലേക്ക് കൂടിക്കൂടി വരുന്നതുമാണെന്ന് നമ്മളെ ഇത് തല്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ജനമാണ് ഇവിടെ കൂടിയിട്ടുള്ളത്, ആർക്കും അറിയാം. നമുക്ക് ആരോടും വിരോധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടെയുമായി ബന്ധപ്പെട്ട എന്തുണ്ടോ അതിനെയും ഹുബ്ബ് വെക്കുന്ന മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിച്ച ഒരു ഡ്രസ്സിന്റെ ഒരു നൂല് നാം മരിച്ചുപോയാൽ ആ ഖബറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ നൂലിനോട് അല്ലാഹുവിനുള്ള ബഹുമാനം കൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന ആളെ ശിക്ഷിക്കുകയില്ല. കാരണം ഈ സാധുവായ മിസ്കീനായ ആളെ ശിക്ഷിക്കുന്നതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ആ ശരീരത്തിൽ ധരിച്ച ഡ്രസ്സിൽ നിന്നുള്ള ഒരു നൂല് നോക്കുമ്പോൾ ആ നൂലിന് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനവും അത് ഇതിനേക്കാൾ വലുതാണ്, അഴലമാണ് അല്ലാഹുവിന്റെ അരികിൽ എന്ന് നമ്മുടെ മുൻകാല അയിമ്മത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ ഒരു മുടിയുടെ ഒരു കഷ്ണം നമുക്ക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണെന്നതിൽ സംശയമില്ല. എന്റെ അരികിൽ റസൂലുള്ളാഹിന്റെ മുടിയിൽപ്പെട്ട ഒറ്റ മുടിയുണ്ടാകൽ അത് ദുന്യാവിൽ മുഴുവനും അതിനുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് സ്വഹാബിവരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നതും അതിനെയാണ് മുഅ്മിനീങ്ങൾ അനുധാവനം ചെയ്യുന്നതും. അല്ലാഹു നാം എല്ലാവരെയും നബി തങ്ങളെയും
അവിടത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആധാറുകളെയും അത് അർഹിക്കുന്ന വിധം ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മഹബ്ബത്ത് വെക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അതിലൂടെ നമ്മുടെ ഈമാൻ അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.